എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ബാവച്ചൻ പറഞ്ഞ സത്യങ്ങളൊക്കെ, നന്ദയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമെന്നുള്ള കാര്യം സുജാത അങ്ങനെ നന്ദയോട് പറയാണ്. പിന്നീട് നന്ദ ഇതുമായിട്ട് നേരെ ഇന്ദീവരത്തിലേക്ക് പോകുന്നുണ്ട് മഹേശ്വരനെ പൊളിച്ചടുക്കാനായിട്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് ബാബച്ചിനെ കുറിച്ച് മദ്യമൊക്കെ വാങ്ങിച്ച് നൽകി മിഥുനും നന്ദ ആ സത്യങ്ങളൊക്കെ അറിവാണ്. മഹേശന്റെ ഗാഥയുടെ ചെറുതിലൊരു ഫോട്ടോയും കൂടെ നന്ദയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാബച്ചൻ പറഞ്ഞു, അതെ ഇത് ആരുടെ മോളാന്നറിയാവോ, ഇത് മഹേശ്വര സാറിന്റെ മോളാന്ന് പറയാം. ഇത് കേട്ടോ നന്ദൻ ഞെട്ടിത്തെരിച്ചു വന്നു. നന്ദയ്ക്ക് വിശ്വാസം വന്നില്ല. ഇനി ബാബച്ചനെ ഇപ്പം മദ്യം പഠിച്ചിട്ട് വല്ലതും പറയുന്നതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ബാബച്ചനെ അതേ ബാബച്ച വെറുതെ കള്ളത്തരം പറയരുത് കേട്ടോ, ആരെ കുറിച്ചാ പറയണമെന്ന് ഓർമ്മ വേണം. ഇന്ത്യവരത്തിലെ ആളെ കുറിച്ചാ പറയണേ. പോരാത്തന്റെ എൻ്റെ അച്ഛനെ കുറിച്ച് കള്ളത്തരം പറയില്ലെന്ന് പറയാം. ഇനിയിപ്പോ സംശയമുണ്ടെ മോളൊരു കാര്യം ചെയ്യും, പോയി സുജാതയോട് ചോദിച്ചു നോക്ക്. സുജാത എന്റെ സത്യാവസ്ഥയൊക്കെ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞാലേ മോൾക്ക് വിശ്വാസം വരാത്തെ. ഈ വാവച്ചനോടാ കളി. ഈ വാവച്ചൻ ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും എല്ലാവരുടെയും വിവരങ്ങൾ അറിയാം. വാവച്ചനൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലെന്ന് പറയാം. ഇതും പറഞ്ഞു, വാവച്ചേട്ടൻ മദ്യലഹരി പറയുന്നൊന്നും അല്ലോന്ന് പറയണേ. എത്ര പൂസായെന്ന് പറഞ്ഞാലും ഈ വാവച്ചന് ബോധം, ഒരു ഓർമ്മക്കുറവൊന്നുമില്ല, നല്ല ബോധമുണ്ടെന്ന് പറയാണ്. നന്ദം ഇതിനെ വിളിച്ചിട്ട് ബാ നമുക്ക് പോകാമെന്ന് പറയാണ്. എങ്ങോട്ടാന്ന് ചോദിക്കണം. അതെ എനിക്ക് അവിടെ ചെല്ലണം, എനിക്ക് സുജാത ആൻറ്റിയുടെ അടുത്ത് ചെല്ലണം, അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പറയാം. അതെങ്ങനെ ശരിയാവുന്നെന്താ, അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവർ സത്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും സത്യം പറയില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്താലോ, ഞാൻ ഇന്ത്യവരത്തിലാന്ന് പറഞ്ഞ എന്നൊക്കെ നല്ല കഥയായിപ്പോയി. ഇന്ത്യവരത്തിലെന്ന് ആന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അവർ പറയില്ല എന്ന് പറയണം. അതുകൊണ്ട് ആ കാര്യമൊന്നും പറയണ്ട. പിന്നെ എങ്ങനെയാ എന്തേലും സൂത്രം കാണിച്ചാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാം. ഒരു വഴിയുണ്ട്, ഈ ഫോട്ടോ കാണിച്ച് ചോദിച്ചു നോക്ക്. ഒരു പക്ഷേ അപ്പോഴവർ സത്യങ്ങളൊക്കെ പറയും. നന്ദ ആയതുകൊണ്ട് പറയാൻ പറ്റില്ലെന്ന് പറയണം. നമുക്കൊന്നും ചോദിച്ചു നോക്കുന്നതിന് വലിയ മുടക്കൊന്നും ഇല്ലോ. പിന്നീട് നന്ദ എന്ത് ചെയ്യുവാണ്, നേരെ മിഥുനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇപ്പൊ സുജാത ഇറങ്ങി വന്നു. അല്ല മോളെന്താ വീണ്ടും തിരിച്ചു വന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വഴിക്ക് വെച്ച് വല്ല ബാലാജിനെയും കണ്ടോ, ആ ഒരു ചിന്തയായിരുന്നു സുജാതയുടെ. ഒന്നുമില്ല ആന്റി, എനിക്ക് ഗാഥയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരികെ വന്നെന്ന് പറയണം. എന്ത് പറ്റി മോളെ, എന്താ കാര്യങ്ങൾ ചോദിക്കാളെ, എന്നോട് ചോദിച്ചോ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം. അല്ല ആന്റി, അതെ ഞാൻ ഗാഥയോട് ചോദിച്ചാളാം. പിന്നീട് ഗാഥയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് സമയം കൂടെ നന്ദ സംസാരിക്കുകയാണ്. അതിനുശേഷം സുജാതയുടെ അടുത്തേക്ക് വേണം. അല്ല ആൻറ്റി മുമ്പ് ആൻറ്റിയോട് ഞാൻ ചോദിച്ചാണ് ഗാഥയുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എന്നോട്. ഒരുപക്ഷെ ഗാഥയുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം രക്ഷിക്കുമായിരുന്നില്ല ഗാഥേനെ നീ ചോദിക്കണം. ഇത് കേട്ടോ സുജാതയുടെ മുഖം കൂടെ മാറി. പെട്ടെന്ന് സുജാതയുടെ മുഖം മാറുന്ന കണ്ടപ്പത്തിന് എന്തു പറ്റി, എന്താ ഗാഥയുടെ അച്ഛനില്ലേ, അതോ ഗാഥയുടെ അച്ഛൻ മരിച്ചു പോയി ചോദിക്കണം. പെട്ടെന്ന് പറഞ്ഞു, മരിച്ചു പോയിട്ടൊന്നുമില്ല, അങ്ങേര് ജീവനോടെ ഉണ്ടെന്ന് പറയാം. എന്നിട്ടാണോ രക്ഷിക്കാതിരിക്കുന്നത് ചോദിക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഏതച്ഛനാണെങ്കിലും സ്വന്തം മോളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അയാളെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന മോളെ നല്ല, അയാളൊന്നും ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കില്ല എന്ന് പറയാണ്. നന്ദയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. നന്ദ പിന്നീട് ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് ആ ഫോട്ടോ കാണിച്ചിരിക്കുക. അല്ല ഇതാരാ, ഇത് ഗാഥയാണോ, ഈ നിൽക്കുന്ന ആളാരാ, ഇതാണോ ആൻറ്റിയുടെ ഹസ്ബൻഡ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ ഒന്ന് ഞടങ്ങി. ഇതെങ്ങനെ മോൾക്ക് ഈ ഫോട്ടോ കിട്ടിയത്? അല്ല റൂമിൽ നിന്ന് കിട്ടിയതാണ്, റൂമിൽ ഇരിക്കുന്നത് കണ്ട്, റൂമിൽ ഗാഥയുടെ മുറിയിൽ ആൽബത്തിനകത്തുനിന്ന് എനിക്ക് കിട്ടിയതെന്ന്. സുജാതയ്ക്ക് മനസ്സിലായി, കാരണം മോളെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന മഹേശനാണല്ലോ. പിന്നീട് സുജാത പറയാം, അതെ ഇത് തന്നെ ഇയാളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയണത്. ഒരു നിമിഷം നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥയെപ്പോയി. ബാബച്ചൻ പറഞ്ഞാൽ പോലും അത് സുജാതയുടെ വായിന്ന് അങ്ങനെ ഒന്ന് വാക്ക് കേട്ട് കഴിയുമ്പം നന്ദയ്ക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടാവുകയാണ്. പിന്നീട് സുജാത ആ കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് സമയത്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഇടയ്ക്ക് സാറിവിടെ വരുമായിരുന്നു. ആദ്യം ഞാൻ പരാതി കൊടുക്കാനായിട്ട് ചെന്നതാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ആ പരിചയം ഇടയ്ക്ക് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. സാർ ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് വന്ന് അവസാനം ഞങ്ങൾ രണ്ടും തമ്മിൽ അടുപ്പത്തിലായി. അവസാനം ഞാൻ പ്രഗ്നൻറ്റും ആയെന്ന് പറയണം. ഇതെല്ലാം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നന്ദ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്ന കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സാർ എന്നോട് പറഞ്ഞത്, ഈ കുഞ്ഞിനെ വേണ്ട, ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാക്കാനാ പറഞ്ഞേ. പക്ഷെ എനിക്ക് പറ്റില്ലായിരുന്നു, കാരണം എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞല്ലേ, എനിക്കതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? സാറിനത് പുറത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേട്, സാറിന് ഒരിക്കലും എന്നെ സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, എന്ത് കാണിച്ചാലും ഞാൻ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അവസാനം എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ എൻ്റെ ഗാതമോൾ ഉണ്ടായത്. പക്ഷേ ഇന്ന് വരെ ഭർത്താവ് ഉണ്ടായിട്ട് പോലും എല്ലാവരുടെയും മുന്നിൽ
ഞാൻ ഭർത്താവില്ലാത്തോളെ പോലെ ജീവിക്കുന്നത്, ഒരു വിധവയെ പോലെ ഞാൻ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കണം, അറിയാവോ? ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. നന്ദയുടെ കണ്ണ് രണ്ടുകളും നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. മിഥുനും മനസ്സിലായി നന്ദയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാവുന്നുണ്ട്. സ്വന്തം അമ്മായിച്ചനെ കുറിച്ചാണ് ഇങ്ങനെ പറയണേ. അപ്പൊ അത്രയ്ക്കൊരു ദുഷ്ടനാണോ അമ്മായിച്ചൻ എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ആർക്കാളൊരു സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നീട് പറഞ്ഞു, എൻ്റെ ഗാതമോളുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഗാതമോളുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ അയാളാ നോക്കുന്നത്. അയാൾ ഇടയ്ക്ക് ഒരു പൈസയൊക്കെ തരും, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോവാറുണ്ട്. പക്ഷേങ്കിൽ അയാളുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയാണ്. അയാളുടെ വീട് വലിയ വീടൊക്കെയാ, വലിയ തറവാടൊക്കെയാ. അവരുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. അയാൾക്ക് വേറെ ഭാര്യയും മോനും ഒക്കെ ഉള്ളതെന്ന് പറയാണ്. നന്ദയ്ക്ക് സത്യം തുറന്നു പറയാൻ പറ്റില്ല. അല്ല മോളെ, നീ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചേ? എന്താ നീ? ഒന്നുമില്ല ആൻറ്റി എന്ന് പറയാണ്. നന്ദയ്ക്ക് പറയാൻ പറ്റില്ലോ താൻ ഇന്ത്യ വരത്തില്ലെന്നാ വരുന്നെന്നുള്ളേ. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി എന്ത് ചെയ്യും, എങ്ങനെ പെരുമാറുന്നറിയില്ല. നന്ദ പറഞ്ഞു, ഒന്ന് പറഞ്ഞു വെക്കാൻ മേലായിരുന്നോ? ഗാഥയുടെ അവസ്ഥയൊന്ന് പറഞ്ഞു വെക്കാൻ മേലായിരുന്നു ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും സഹായിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പറയും സാക്ഷിമൊഴി കൊടുക്കാൻ പോകണ്ടെന്ന് പറയുള്ളൂ. പക്ഷെ ഗാഥ അങ്ങനെയല്ല. അവൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്ന് പിന്മാറില്ലെന്ന് പറയണം. നന്ദ ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ഈ ആൻറ്റി എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, എത്രയോ സങ്കടപ്പെട്ടിട്ടുണ്ട് ഈ മോളെ വളർത്താനായിട്ട്. ഇപ്പോഴീ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അച്ഛൻ സഹായിക്കാൻ കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗാഥയ്ക്ക് ഈ പ്രശ്നങ്ങളും ഈ സങ്കടങ്ങളും വിഷമങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. താൻ കാല് പിടിച്ച് പറഞ്ഞ അച്ഛനോട്, എന്നിട്ട് പോലും അച്ഛൻ ഇവരെ സഹായിക്കാനായിട്ട് കൂട്ടാക്കിയല്ലോ. എന്ത് ദുഷ്ട മനസ്സാ അച്ഛൻ്റെ. അമ്മയ്ക്കോ ലക്ഷ്മിയമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഗൗതം സാറിനും അറിയത്തില്ല. ലക്ഷ്മിയമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുമായിരിക്കും ഇതിൻ്റെ അന്തിമം? കാരണം ലക്ഷ്മിയമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പോഴും അച്ഛന് അത്രയ്ക്ക് വിശ്വാസമാണ്. ഇതിനോട് ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ അച്ഛനെ ഇടയ്ക്ക് ഓരോ മീറ്റിംഗ് എന്നും പറഞ്ഞ് മുങ്ങാറുണ്ട് മിഥുനെ. പക്ഷെ ലക്ഷ്മി അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ലക്ഷ്മി അമ്മയുടെ വിചാരം എന്താ, ഈ ആൾക്കാരുടെ മീറ്റിംഗ്, ഓരോ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, പെൻഷൻ അക്കൗണ്ട്, അതിൻ്റെ പെൻഷൻ അസോസിയേഷൻ്റെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോരുന്നേ. അപ്പം ഇങ്ങോട്ടാ വരണമെന്നുള്ള കാര്യം ആർക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല ഗൗതം സാറിൻ്റെ കാര്യമൊന്നും ഓർത്തു വയ്ക്കേ. പാവം, ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമില്ല. അച്ഛൻ ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ട്, അതിനകത്തൊരു മോളുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല മിഥുനെന്ന് പറയണം. മിഥുൻ പറഞ്ഞു, തൽക്കാലത്തേന് ഇന്ത്യ വരത്തിലുള്ളവർ ആരും അറിയേണ്ടെന്ന് പറയണം. പക്ഷെ എത്ര നാൾ ഇത് മൂടി വെക്കാൻ പറ്റും? ഇതങ്ങനെ മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ലോ. എങ്ങനെയും ഗാഥേനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അല്ല, എന്ത് തീരുമാനം നീ എടുക്കണേ? എന്താ നന്ദേ നീ? അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛനോട് എനിക്കൊന്ന് പോയി സംസാരിക്കണം. ഇല്ലെങ്കിൽ സത്യാവസ്ഥയെല്ലാം ഞാൻ ഗൗതം സാറിനോടും ലക്ഷ്മിയമ്മോടും തുറന്നു പറയാൻ പോവാന്ന് പറയണം. ഇതും പറഞ്ഞു, അത് അപകടവാ. ഇപ്പൊ നീ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ വരത്തിൽ നിന്ന് നീ പുറത്താവെന്ന് പറയേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, എങ്ങനെ രക്ഷിച്ചേ മതിയാവളെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നേരെ ഇന്ത്യ വരത്തിലേക്ക് പോവാണ് നന്ദ. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇന്ത്യ വരത്തിലേക്ക് ചെന്നിട്ട് മഹേശ്വരനോട് പറയും ഗാഥനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ. ഗാഥനെ രക്ഷിക്കാൻ പറയും. അത് മഹേശൻ അനുസരിച്ചില്ലെങ്കിൽ നന്ദ തൻ്റെ അടുത്ത തന്ത്രമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. അതൊരിക്കലും മഹേശനെ സഹിക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ മഹേശൻ ഇനി നന്ദയ്ക്കെതിരെ പ്രയോഗിക്കുന്ന വല്ലാത്തൊരു ക്രൂരതയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.